പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഈ ദിനം മുതൽ ഒരാഴ്ചക്കാലം നാം വായനാവാരമായി ആചരിക്കുന്നു. വായനയെക്കുറിച്ച് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിലെ നിരക്ഷര ഗ്രാമങ്ങളിൽ സാക്ഷര കേരളം എന്ന സന്ദേശത്തിന് നേതൃത്വം നൽകിയ ഒരു വലിയ മനുഷ്യനാണ് P.N. പണിക്കർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ P.N. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കവിതയുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ കൊച്ചു കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. പുസ്തകങ്ങൾ അറിവിന്റെ ഒരു വലിയ ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന. വായന നാം എന്നും ശീലമാക്കണം. അല്ലാതെ വായനാ ദിനം കൊണ്ടോ വായനാ വാരം ആചരിക്കുന്ന ദിവസങ്ങളിലോ മാത്രം ഒതുക്കി നിർത്താൻ പാടില്ല. പുസ്തകങ്ങളെ നാം നെഞ്ചോട് ചേർത്ത് വെക്കണം. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹായം തേടി നല്ല പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കാനും നാം തയ്യാറാക്കണം. അതിനു പറ്റിയ ഏറ്റവും നല്ല ദിവസം തുടക്കം ഇന്നു തന്നെയാണ്. എല്ലാ കൂട്ടുകാരും വായനയുടെ മാസ്മരിക ലോകത്തിലേക്ക് ചിറക് വിടർത്തി പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വായന എന്ന ലഹരി ശീലമാക്കാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നല്ല വായന, നല്ല വിജ്ഞാനം, നല്ല സംസ്കാരം. വായന ഇല്ലാത്ത മനുഷ്യൻ മൃഗതുല്യനാണ്. വളരാൻ നമുക്ക് വായനയിലൂടെ. അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി നീ തല കുലിക്കുക, എങ്കിൽ നാളെ സമൂഹത്തിനു വേണ്ടി തല ഉയർത്തി നിൽക്കുക. നല്ല വായന നാടിന്റെ ഭാവിക്ക്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തുറക്കാൻ ഒരു സമ്മാനമാണ് പുസ്തകം. ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമാനമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ്. നല്ല വായന നാടിന്റെ ഭാവിക്ക്. വായിച്ചു മുന്നേറാം അറിവിന്റെ ലോകത്തേക്ക്. ഞങ്ങൾ